സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സർജറി ആയിരിക്കും. സർജറിയിലെ നമ്മുടെ ട്രോമ അല്ലെങ്കിൽ എമർജൻസി മെഡിസിനിൽ വരുന്ന ട്രോമ എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും. ബേസിക്സ് ഓഫ് ട്രോമ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഏത് എമർജൻസി സിനാരിയോ എസ് എ ക്വസ്റ്റ്യൻസ് ആയി വന്നു കഴിഞ്ഞാലും നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ ഇൻവെസ്റ്റിഗേഷൻ മാനേജ്മെൻറ്റ് പാർട്ടിലുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും ഇന്ന് നമ്മളുടെ ട്രോമ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സോ നമ്മളുടെ ട്രോമ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു മൾട്ടിപ്പിൾ ഇഞ്ചുറി നമ്മളുടെ നാട്ടിൽ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ പേഴ്സൺസ് ഇൻവോൾവ് ആവുന്ന ഒരു ട്രോമ. നമ്മളൊരു ബസ് മറിയുന്ന ഒരു സിനാരിയോ കൺസിഡർ ചെയ്യാം. ഈ ബസ് നമ്മൾ ഇടിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാം 40 പേരുള്ള ബസ്സിൽ 10 പേര് ഒരു ഇഞ്ചുറിയും ഇല്ലാതെ രക്ഷപ്പെട്ടു, 10 പേര് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെഡായി. ബാക്കി വരുന്ന 20 പേഴ്സൺസിനെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചുറി റെസ്പോൺസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മളുടെ ഇഞ്ചുറി അല്ലെങ്കിൽ ഇഞ്ചുറി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മളെ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് സപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡെത്തിൻ്റെ ഒരു കർവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 10 പേര് രക്ഷപ്പെട്ടു, 10 പേര് ഇമ്മീഡിയറ്റ്ലി ഡെഡായി. ഇനി ബാക്കി വരുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 പേര് ഇമ്മീഡിയറ്റ് ഡെഡായതിനെ നമുക്ക് ഒരിക്കലും ഒരു ട്രോമ മാനേജ്മെൻറ്റിലൂടെ രക്ഷിക്കാൻ കഴിയില്ല, ഇമ്മീഡിയറ്റ് ഡെഡിന്. ഓക്കെ, ബാക്കി വരുന്ന ഈ 20 ആളിൽ 2 കേസിലാണ് മോർട്ടാലിറ്റി സംഭവിക്കാറുള്ളത്. ഒന്ന് ഏർലി ഡെത്ത്, ഒന്ന് ലേറ്റ് ഡെത്ത്. ഓക്കെ, ഏർലി ഡെത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിത്തിൻ ഹവർ. ഓക്കെ, ഇത് ശരിക്കും ഗോൾഡൻ പീരിയഡ് ഓഫ് ട്രോമ എന്ന് പറയുന്നത്, എമർജൻസി എന്ന് പറയുന്നത് ഗോൾഡൻ ഹവേഴ്സ് ഓഫ് ട്രോമ. ഓക്കെ, ഗോൾഡൻ പീരിയഡ് എന്ന് പറയുന്നത് ഈ ഒരു 1 hour ആണ്. ഓക്കെ, ഈ 1 hourൻ്റെ ഉള്ളിൽ ഡെഡ് ആവാനുള്ള സാധ്യതയുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ അതാണെന്ത് ഏർലി ഡെത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ലേറ്റ് ഡെത്ത് എന്നുള്ള കാറ്റഗറിയാണ്. ഓക്കെ, അതായത് ഈ ഒരു ട്രോമ കഴിഞ്ഞ് ഡേയ്സ് ടു വീക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ ഒരു ഡേയ്സ് ടു വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഡെത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഇത് വരുന്നത്, ഒരു ട്രോമയുടെ ഗ്രാഫ് വരുന്നത്. ഇമ്മീഡിയറ്റ് ഡെത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, വി ആർ ടോട്ടലി ഹെൽപ്ലെസ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഏർലി ഡെത്ത് ആൻഡ് തേർഡ് വൺ ഈസ് ലേറ്റ് ഡെത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് വിത്തിൻ 1 hourൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഡെത്തുകൾ. ഇത് ഗോൾഡൻ പീരീഡ് ഓഫ് ട്രോമയാണ്, എന്ത് ഈ ഫസ്റ്റ് 1 hour എന്ന് പറയുന്നത്. ഓക്കെ, ഏത് എമർജൻസിയിലും ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് 1 hour ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലേറ്റ് ഡെത്തുകൾ കുറയാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ യൂഷ്വലി ഈ ഒരു 1 hourൻ്റെ ഉള്ളിൽ ഡെത്ത് ആവാനുള്ള കാരണങ്ങൾ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബോഡിയിലെ സ്പേസുകളിൽ ഒന്നുകിൽ എയർ ഒക്യുപ്പൈ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒക്യുപ്പൈ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലഡ് ഒക്യുപ്പൈ ചെയ്യാം. ഈ ഒരു കേസാണ് വിത്തിൻ 1 hourൻ്റെ ഉള്ളിൽ ഡെഡ് ആവാനുള്ളൊരു സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിൾസ് പറയാം. അതുപോലെ ഇമ്മീഡിയറ്റ് ഡെത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ബ്രെയിൻ ഇഞ്ചുറി, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ. അതേപോലെ മറ്റൊന്ന് നമ്മുടെ അയോട്ട റപ്ചറായി ഇമ്മീഡിയറ്റ് ഓൺ ദ സ്പോട്ട് ഡെഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഈ ഒരു കേസിൽ നമുക്കറിയാം നമ്മളുടെ പ്ലൂറ, ഓക്കെ, അതേപോലെ പെരികാർഡിയം, അതേപോലെ നമ്മളുടെ GI ട്രാക്റ്റ്. ഓക്കെ, GI ട്രാക്റ്റ് അല്ല, നമ്മളുടെ ബ്രെയിൻ എക്സാമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ ഇൻട്രാക്രേനിയം. ഓക്കെ, ഇൻട്രാക്രേനിയം. അപ്പോൾ ഈ ഒരു സ്പേസിലൊക്കെ എന്ത് സംഭവിക്കാം, ഇപ്പോൾ ഫസ്റ്റ് സിനാരിയോ നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്ലൂറിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങാം, ന്യൂമോതൊറാക്സ്, അതേപോലെ ഹീമോതൊറാക്സ്. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ലെവലിൽ വരുന്ന ഇഞ്ചുറിയാണ്. പെരികാർഡിയ ആണെങ്കിൽ നമുക്ക് കാർഡിയാക് ടാമ്പോണൈഡ്. ഓക്കെ, കാർഡിയാക് ടാമ്പോണൈഡ്. അതേപോലെ ഇൻട്രാക്രേനിയൽ ടെൻഷൻ പെട്ടെന്ന് ഹൈ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതാണ് വിത്തിൻ 1 hour. ഇതാണ് നമുക്ക് ട്രോമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബസ് മറിയുന്ന സമയത്ത് നമ്മൾ റെസ്പോൺസ് ആക്റ്റീവ് ആക്കി നമ്മളുടെ അടുത്തുള്ള ഇമ്മീഡിയറ്റ് മെഡിക്കൽ കോളേജിലേക്കുള്ള
ബസ്സുകൾ, ആംബുലൻസുകൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ 4 കാറ്റഗറി ആക്കി തിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരെ മൈൻഡ് ചെയ്യേണ്ട, ഓൾറെഡി ഡെഡ് ആയിട്ടുള്ള പേഷ്യൻസ്. ഇപ്പോൾ ഈ ഒരു സിനാരിയോ ആണെങ്കിൽ ആദ്യത്തെ 10 പാസഞ്ചേഴ്സ് ഇമ്മീഡിയറ്റ്ലി ഡെഡ് ആയിട്ടുള്ള. ഇനി ബാക്കിയുള്ളവരെ നമുക്ക് 3 കാറ്റഗറി ആക്കി തിരിക്കാം. ഗ്രീൻ, അതേപോലെ യെല്ലോ, റെഡ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാത്ത ആളുകൾ. ഓക്കെ, അതായത് ചെറിയ കൈയിനോ കാലിനോ മുറിവുകൾ ഉണ്ട് എന്നല്ലാതെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒക്കർ ചെയ്തിട്ടില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ആബ്സെൻ്റ് ആയിട്ടുള്ള ആളുകൾ. ഇനി നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് സിവിയർലി ഉള്ള ആളുകളുണ്ട്. ദേ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഷ്യൻസ്. ഇതിനാണ് നമ്മൾ ടാഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യൻസിനെ നമ്മൾ ടാഗ് ചെയ്യും. ഈ ഒരു 40 പേരുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. ദെൻ ഒരു സിവിയർ അല്ലാത്ത, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചറി ഉള്ള ആൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാഫ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇയർലി ഡെത്ത് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ലേറ്റ് ഡെത്ത്, ഈ ഒരു കാറ്റഗറി വേണമെന്നെങ്കിൽ പറയാം. ബട്ട് അങ്ങനെ ഒരു അപ്രൂവ്ഡ് സിസ്റ്റം ഇല്ല എന്ന് പറയാൻ പറ്റും ശരിക്കും. ഓക്കെ, നമുക്കൊരു സിംപ്ലിസിറ്റിക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാം. ഇതിനാണ് നമ്മൾ ട്രയാജിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്തിട്ട് വരുന്ന ഈ ഒരു സിസ്റ്റം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ക്ലാസിഫൈ ചെയ്തു, എങ്ങനെയാണ് ഡെത്ത് ഒക്കെ പറയുന്നത് മനസ്സിലായി. ഇനി നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പേഷ്യൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഹൗ വി വിൽ മാനേജ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട്. ഫസ്റ്റ് തിങ് ഈസ്, ഇത് നോട്ട് ഈക്വൽ ടു BLS ആണ്, നമ്മളുടെ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ABCDE ആണ്. ഇതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് CAB ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണെന്നുള്ളത് ഏകദേശം ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റിന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് വേണ്ടി പറയാം. എയർവേ ആണെന്ത് A എന്ന് പറയുന്നത്, ബ്രീത്തിങ് ആണ് B എന്ന് പറയുന്നത്, സർക്കുലേഷൻ, ദെൻ ഡിസേബിലിറ്റി, ദെൻ എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പോഷർ ആൻഡ് എൻവയോൺമെൻറ്റൽ കൺട്രോൾ. ഓക്കെ, ഇത്രയും പാർട്ടാണ് എന്തിൽ വരുന്നത്, ATLS വരുന്നത്. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. BLS നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം, CPR വരുന്ന ആ ഒരു പാർട്ട്. അതിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സർക്കുലേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് നോക്കുന്നത്, ദെൻ എയർവേ, ദെൻ ബ്രീത്തിങ്. ഇതാണ് BLSൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നടക്കുന്ന പ്രോസസ്സ് അല്ല BLS. ഇപ്പോൾ ഒരു ആള് പെട്ടെന്ന് സിങ്കോപ്പ് അടിച്ചിട്ട് ബോധമില്ലാതെ വീണുപോയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നതാണ് BLS. ATLS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രോമ സംഭവിച്ചു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്ന, ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ATLS പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സെഷനായിട്ടാണ് ആ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുക. ഫസ്റ്റ് പാർട്ട് ഈസ് പ്രൈമറി സർവേ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റുകളൊക്കെ നോക്കും. പിന്നെ സെക്കൻഡറി സർവേ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. പ്രൈമറി സർവേയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ABCDE വരെയുള്ള കമ്പണൻറ്റ് വരുന്നത്. സെക്കൻഡറി സർവേ എന്താണെന്നുള്ളത് നമുക്ക് ഇതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കമ്പണൻ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് തിങ് ഈസ് എയർവേ. എയർവേനെ കുറിച്ച് നമുക്കറിയാം, പേഷ്യൻറ്റിന് നമ്മൾ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിന് സംസാരിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും കെയർ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എയർവേക്കാളും ശരിക്കും നമ്മൾ ATLSൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സെർവിക്കൽ സ്പൈനാണ്, അല്ലെങ്കിൽ സ്പൈൻ എന്ന് പറയാം. ഓക്കെ, സ്പൈനാണ് നമ്മൾ ആദ്യം കെയർ കൊടുക്കേണ്ടത്. C-spine ഫോളോഡ് ബൈ എയർവേ എന്നാണ് ശരിക്ക് ഇത് നമ്മൾ എൻട്രൻസിൽ യൂസ് ചെയ്യുന്ന ഒരു കീ ബൗൺസർ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. നമ്മളെല്ലാ പേഷ്യൻറ്റിനെയും സ്പൈനിന് ഇഞ്ചുറി ഉണ്ട് എന്നുള്ള ലെവലിൽ തന്നെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പേഷ്യൻറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവിക്കൽ സ്പൈനിനെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഒന്ന് ഹാർഡ് ബോർഡ്, നമ്മളെ ഫുട്ബോളിലൊക്കെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സംഭവം, ഹാർഡ് ബോർഡ്. സെക്കൻഡ് തിങ് ഈസ് ഫിലാഡൽഫിയ കോളർ എന്ന് പറയും. ഓക്കെ, നമ്മൾ നെക്ക് ഇമ്മൊബിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോളറാണത്, ഫിലാഡൽഫിയ കോളർ.
ഓക്കെ, ദിസ് ഈസ് ദ സി സ്പൈൻ കമ്പോണൻറ്റ് ഓഫ് ദി ATLS. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ എയർവേ വരുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമോണിക്കിൽ ഒരു സി ആഡ് ചെയ്യണം ശരിക്കും. ഓക്കെ, അപ്പോൾ എയർവേ കമ്പോണൻറ്റിൽ നമ്മൾ നോക്കുന്നത് എയർവേ, അതായത് ഓറൽ ക്യാവിറ്റി ടു നമ്മളെ അല്ലെങ്കിൽ നോസ്ട്രിൽസ് ടു നമ്മളുടെ ലങ്ങിൻ്റെ ആൽവിയോളി വരെയുള്ള പാർട്ടിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മൗത്തിലാവാം. അപ്പോൾ അതെങ്ങനെ അസസ് ചെയ്യും? എബിലിറ്റി ടു സ്പീക്ക് ആണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പേഷ്യൻ്റ് സ്പീക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും മാക്സില്ലോ ഫേഷ്യൽ ഇഞ്ചുറി, അതായത് ഫേസ് ഇഞ്ചുറീസ് ഉണ്ടോ നോക്കുക. ഓക്കെ, ഇനി ഇതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും? അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സക്ഷനാണ്. നമ്മൾ ഓറൽ ക്യാവിറ്റി, നേസൽ ക്യാവിറ്റിയിലൊക്കെയുള്ള ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ സക്ഷൻ ചെയ്യാം. അതേപോലെ രണ്ടാമത്തത് എന്ന് പറയുന്നത് ചിൻ ലിഫ്റ്റ്. ചിൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മാൻഡിബിളിനെ നമ്മൾ എന്ത് ചെയ്യുക, നെക്കിന്ന് റൈസ് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് എയർവേ ഈ ഒരു എലിവേഷൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ ചിൻ ലിഫ്റ്റ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തത് നമ്മളുടെ എയർവേ അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചെയ്ത ശേഷം എയർവേ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്യാം, കഫ്ഡ് ET ട്യൂബ്. ഓക്കെ, അത് വീഡിയോ ലാരിംഗോസ്കോപ്പിയുടെ ഹെൽപ്പോട് കൂടി ചെയ്യണം എന്നാണ് സ്റ്റാൻഡേർഡ് റെഫറൻസസ് പറയുന്നത്. അതേപോലെ സെക്കൻഡ് തിങ് ഈസ് നമ്മളുടെ ക്രിക്കോ തൈറോയിഡോട്ടമി. ഓക്കെ, ക്രിക്കോ തൈറോയിഡോട്ടമി. ഓക്കെ, അപ്പോൾ ഇതാണത് ക്രിക്കോ തൈറോയിഡോട്ടമി കമ്പോണൻറ്റ്. അതേപോലെ ET ട്യൂബിൻ്റെ ഒരു ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എയർവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് A എന്നുള്ള കമ്പോണൻറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് B ഫോർ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൽ ശരിക്കും നമുക്ക് രണ്ട് കമ്പോണൻറ്റ് നോക്കണം. ഫസ്റ്റ് തിങ് ഈസ് വെന്റിലേഷൻ. ഓക്കെ, ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ എന്നുള്ളത് അത് നമുക്ക് പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഓക്സിജൻ സാച്ചുറേഷനെ ബേസ് ചെയ്തിട്ട് ഓക്സിജനേഷൻ എന്ന് പറയുന്നത് വെന്റിലേഷൻ ആൻഡ് ഓക്സിജനേഷൻ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. വെന്റിലേഷൻ എന്ന് പറയുന്നത് ആൽവിയോളർ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ, ഓക്സിജനേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഹീമോഗ്ലോബിനിലേക്ക് ഈ ഓക്സിജൻ കയറുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ SpO2 ബേസ് ചെയ്താണ് നമ്മൾ ഓക്സിജനേഷൻ അസസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. വെന്റിലേഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, റെസ്പിറേറ്ററി സൗണ്ട് നമ്മൾ ഓസ്കൽറ്റേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രീത്തിങ്ങിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ കോസസ് റിസൾട്ടൻ്റ് ആയിട്ട് ബ്രീത്തിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം? ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എയർവേ ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കേസുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സാമ്പിൾസ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ടെൻഷൻ ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ ന്യൂമോതൊറാക്സ്. ഓക്കെ, പ്ലൂറൽ ക്യാവിറ്റിയിൽ എയർ വരാം. അതേപോലെ ഹീമോതൊറാക്സ്. ഓക്കെ, ബ്ലഡ് വരാൻ പറ്റും. അതുപോലെ നമ്മളെ പ്ലൂറൽ എഫ്യൂഷൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. ഈ ഒക്കെ കേസിൽ എന്താണ് എയർ ക്യാവിറ്റിയിൽ എന്താണ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്തുണ്ടാവുക ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരാറുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അപ്പോൾ അതാണ് B എന്നുള്ള കമ്പോണൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് C, സർക്കുലേഷൻ നമ്മൾ മാനേജ് ചെയ്യും. ഓക്കെ, സർക്കുലേഷനിൽ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, സർക്കുലേഷൻ പ്ലസ് ഹെമറേജ് കൺട്രോളിങ്. ഓക്കെ, അതായത് ഹാർട്ടിൻ്റെ ഫംഗ്ഷനും ബ്ലഡ് വെസലും ഓക്കെ ആയിരിക്കണം. ഇതാണ് C എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ അസസ് ചെയ്യും? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പാരാമീറ്ററാണ് എടുക്കുക. ബേസിക്കലി ഷോക്ക് ഉണ്ടോ പേഷ്യൻറ്റിന് എന്നുള്ളതാണ്. നമുക്ക് ഹൈപ്പോവോളിമിക് ഷോക്കാണ് മോസ്റ്റ് കോമൺലി ഫെയിലിയർ ആയിട്ട് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഹൈപ്പോവോളിമിക് ഷോക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് ഷോക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഷോക്കിൻ്റെ സയൻസ് നമുക്കറിയാൻ പറ്റും. റാപ്പിഡ് ത്രെഡി പൾസ് അല്ലെങ്കിൽ ടാക്കിക്കാർഡിയ ഉണ്ടാവും. അതേപോലെ തന്നെ കൂൾ പെരിഫറീസ് ആയിരിക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കറിയാം BP റെഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 100 beats per minute. അതേപോലെ BP എന്ന് പറയുന്നത് ലെസ് ദാൻ 100 mmHg SPP സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വരുന്ന ഒരു കേസുമാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്. ഷോക്കിൻ്റെ നമ്മളൊരു ക്ലിനിക്കൽ സെറ്റപ്പിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ള ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പിൽ നമുക്ക് ബ്ലീഡിങ് ഒക്കെ പറയാം. വൺ തിങ് ഈസ് ഇൻറ്റേർണൽ ബ്ലീഡിങ്. ഓക്കെ, അതുപോലെ എക്സ്റ്റേണൽ ബ്ലീഡിങ്. അപ്പോൾ എക്സ്റ്റേണൽ ബ്ലീഡിങ് അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലീഡിങ് കൺട്രോൾ അലോങ് വിത്ത് ഫ്ലൂയിഡ് റെസിസ്കിറ്റേഷൻ. ഈ പാർട്ടാണ് ഇതിൽ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൈയിലും എന്ത് ചെയ്യാം, നമ്മൾ ലാർജ് IV കാനുലകൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, ആദ്യം തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ C കമ്പോണൻറ്റിൽ വരുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്റ്റലോയിഡ് സൊല്യൂഷൻസ്, യൂഷ്വലി നമ്മൾ റിംഗർ ലാക്റ്റേറ്റ് ആണ് ഷോക്കിലൊക്കെ പ്രിഫർ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫ്ലൂയിഡ് ഓവർലോഡ് ആവാത്ത രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ IV ബോളസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 20 ml/kg ആണ് ഇത് ഡോസേജ് എന്ന് പറയുന്നത്. ഓക്കെ, പീഡിയാട്രിക് ഡോസേജ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 500 ml ഒറ്റ ഷോട്ടിൽ ആദ്യം പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ 2 ഷോട്ട് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ബേസൽ ലങ് ഫീൽഡ് ക്രപ്പിറ്റസ് ഒക്കെ ഉണ്ടാവും, പൾമിനറി എഡിമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഫ്ലൂയിഡ് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, 3ാമത്തെ ഷോട്ട് ബോളസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത് ഫ്ലൂയിഡ് റെസിസ്കിറ്റേഷൻ കമ്പോണൻറ്റ്. ഇനി നമുക്ക് ബ്ലീഡിങ് കൺട്രോളിങ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട് അല്ലേ. നമുക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ്ങിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കും, തൊറാക്സിൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ. പെൽവിസിൻ്റെ എക്സ്റേ എടുത്ത് നോക്കും, പെൽവിസിൽ എന്തെങ്കിലും നമ്മളെ മെയിൻ ആയിട്ടുള്ള ബ്ലീഡിങ്ങിൻ്റെ കോസസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ USG അബ്ഡോമൻ. അപ്പോൾ ഈ 3 ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ ഇന്റേണൽ ബ്ലീഡിങ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, പ്രഷർ അപ്ലൈ ചെയ്യാം. നമ്മളെ ഫീമർ ഫ്രാക്ചർ വന്നിട്ട് ബ്ലീഡിങ് വരികയാണെങ്കിൽ സ്പ്ലിൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഒരു ഫ്രാക്ചർ നമ്മൾ റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും, പ്ലസ് നമ്മളെന്ത് ചെയ്യും, പ്രഷർ അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ബ്ലീഡിങ്. അപ്പോൾ ഇതാണ് ഇന്റേണൽ ബ്ലീഡിങ്ങിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്. ഇതിനെ നോക്കിയിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സർജറി വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്പ്ലീനിക് ഇഞ്ചറി ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പ്ലീനെക്ടമിയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും സർജറി ഡെഫിനറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് സർജറി ചെയ്ത് വെക്കും. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇന്റേണൽ ബ്ലീഡിങ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസബിലിറ്റി ലിമിറ്റ്. ഓക്കെ, അപ്പോൾ D എന്ന് പറയുന്നത് ഡിസബിലിറ്റി ലിമിറ്റേഷൻ. അതായത് നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. ഒന്ന് പ്യൂപ്പിളിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. രണ്ടാമത്തത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇത് മെഡിസിനിലും സർജറിയിലൊക്കെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ്, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് GCSനെ കുറിച്ച് പറയാം, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഗ്ലാസ്ഗോ കോമ സ്കെയിലിൽ 3 കമ്പോണൻ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EVM. ഓക്കെ, ഇത് 3 ആണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഓപ്പണിങ്, പേഷ്യൻറ്റിൻ്റെ ഐ ഓപ്പണിങ്, അതായത് CNSൻ്റെ ഒരു കീ പാർട്ടാണ് ഐ ഓപ്പണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെർബൽ റെസ്പോൺസ്, അതേപോലെ തന്നെ മോട്ടോർ റെസ്പോൺസ്. ഇത് 3 നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ അസസ് ചെയ്യുക ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 3 നമ്മൾ ഇതിൽ അസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സ്കോർ വരുന്നുണ്ട്. ഓക്കെ, മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ more than 9, more than 12, ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മളുടെ എന്ന് പറയുന്ന കമ്പോണന്റ്. അപ്പോൾ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂപ്പിൾ ആൻഡ് ഡിസബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ EVM അതായത് GCS കോമ സ്കെയിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോക്കും. ഓക്കെ ആണല്ലോ, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് എക്സ്പോഷർ ആൻഡ് എൻവയോൺമെൻറ്റൽ കൺട്രോൾ. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, അൺഡ്രസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡറി സർവേ ഉണ്ട്, അതായത് ഹെഡ് ടു ടോ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതവിടെ പറയാം. അതുപോലെ തന്നെ പിന്നെന്താണ് നമ്മൾ എൻവയോൺമെൻറ്റൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ റെഗുലേഷൻ, അതായത് ടെമ്പറേച്ചർ എന്ത് ചെയ്യാം, നോർമലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈപ്പോതെർമിയ വന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്, ഷോക്കൊക്കെ അടിച്ച പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാം ബ്ലാങ്കറ്റുകൾ, അതേപോലെ തന്നെ ഹോട്ട് എൻവയോൺമെൻറ്റ് റൂമിൽ പ്രൊവൈഡ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഹീറ്റഡ് IV ഫ്ലൂയിഡ്സ്. ഓക്കെ, ഹീറ്റഡ് ആയിട്ടുള്ള IV ഫ്ലൂയിഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു മാനേജ്മെൻറ്റാണ് നമ്മൾ യൂഷ്വലി ടെമ്പറേച്ചർ മാനേജ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പണൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുന്നതോട് എന്ത് കഴിഞ്ഞു, നമ്മളുടെ പ്രൈമറി സർവേ കംപ്ലീറ്റ് ആയി.
ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് സെക്കൻഡറി സർവേ ആണ്. സെക്കൻഡറി സർവേയിൽ നമുക്ക് വരുന്നത് ഓക്കെ. അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് ആംബിൾ ഹിസ്റ്ററി എടുക്കണം നമ്മളുടെ. ഓക്കെ. അപ്പോൾ നമ്മൾ വന്ന ഉടനെ തന്നെ പേഷ്യൻറ്റിന് പോയി കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അല്ല നമ്മൾ എന്തെങ്കിലും EDയിൽ ഒരു പേഷ്യൻറ്റിനോട് റെസ്പോണ്ട് ആയി. ആദ്യം നമ്മൾ പ്രൈമറി സർവേ കംപ്ലീറ്റ് ആക്കും. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ആംബിൾ ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഹെഡ് ടു ടോ എക്സാമിനേഷൻ, നമ്മൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിരുന്നു പ്രൈമറി സർവേയിൽ. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഹെഡ് ടു ടോ എക്സാമിൻ ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ ബ്രീഫായിട്ട് നേരത്തെ പ്യൂപ്പിളും GCS സ്കോർ മാത്രമായിരുന്നു നോക്കിയിരുന്നത്. ഇവിടെ എന്താണ്, അതിനുശേഷം നമ്മൾ പ്യൂപ്പിളും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള CNS എക്സാമിൻ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, നമ്മളെ സെക്കൻഡറി സർവേയിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കതിൽ ആംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത്, അതേപോലെ തന്നെ ഏതെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ളത്, അതേപോലെ തന്നെ പാസ്റ്റ് ഹിസ്റ്ററി, മുന്നേ ഒരു പ്രീവിയസ് MI ഒക്കെ വന്ന പേഷ്യൻ്റ് ആണോ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് മീൽ എപ്പോഴായിരുന്നു എന്നുള്ളത്, അതേപോലെ തന്നെ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ഇഞ്ചുറി. ഓക്കെ. ഇഞ്ചുറിയുടെ ഹിസ്റ്ററി. ഓക്കെ. ഇവൻറ്റ്സ് ഓഫ് ഇഞ്ചുറി. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ എടുക്കേണ്ടത് സെക്കൻഡറി സർവേ. പിന്നെയാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ് ടു ടോ എക്സാമിനേഷൻ. അപ്പോൾ അതിൽ നമ്മൾ ഹെഡ് ഇഞ്ചുറി എവിടെയെങ്കിലും സ്കള്ളിൽ ഇഞ്ചുറി ഉണ്ടോ, അതേപോലെ നമ്മുടെ തൊറാക്സിൽ എവിടെയെങ്കിലും റിബ് കേജിന് ഫ്രാക്ചർ ഉണ്ടോ അതൊക്കെ നോക്കും. അതേപോലെ തന്നെ നമ്മളെ അബ്ഡോമനിൽ എന്തെങ്കിലും വിസറകൾക്ക് പെർഫറേഷൻ അങ്ങനെ എന്തെങ്കിലും ഇന്റർണൽ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളതൊന്നും കൂടി നോക്കും. അതുപോലെ തന്നെ ലിംസ് ഒക്കെ ഫങ്ഷണൽ ആണോ എന്നുള്ളത് ഒക്കെ നമ്മളത് ഇവിടെ അസസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പേഷ്യൻറ്റിന് ഫീഡിങ് ആണ് അബ്ഡോമനിൽ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് പേഷ്യൻറ്റിന് ഫീഡിങ് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ NG ട്യൂബ് ഈ ഒരു സെക്കൻഡറി സർവേയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുന്നത്. അതേപോലെ യൂറിനറി ബ്ലാഡറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫോളിയസ് കാത്തീറ്ററൊക്കെ അപ്ലൈ ചെയ്യുന്നത് ശരിക്കും എവിടെയാണ്, നമ്മളെ സെക്കൻഡറി സർവേയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ബാക്ക്, അതായത് സുപ്പൈനിൽ ഉണ്ടായിരുന്ന ബെഡിലെ പേഷ്യൻറ്റിനെ നമ്മൾ പ്രോൺ പൊസിഷനിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. അതിനാണ് നമ്മൾ ലോഗ് റോൾ എന്ന് പറയും. ലോഗ് റോൾ. ഓക്കെ. അപ്പോൾ ലോഗ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം ഉരുട്ടുക എന്നുള്ളത് അല്ലേ. അതേപോലെ എന്ത് ചെയ്യും, പേഷ്യൻറ്റിനെ സുപ്പൈനുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിട്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് 5 പേരാണ് വേണ്ടത് ലോഗ് റോളിന്. അതൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ ഒബ്സർവ് ചെയ്യാനും അതേപോലെ തന്നെ 4 ആൾ പേഷ്യൻറ്റിനെ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ ഹെഡ് എൻഡിൽ ഉണ്ടാവും ഈ 4-ൽ, ബാക്കി 3 പേര് ട്രങ്കിലും എക്സ്ട്രീമിറ്റീസിലുമായിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു C-spine ഇഞ്ചുറി ഉള്ള പോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ റോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും ആളുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് വേണം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മളുടെ GCS സ്കോർ ചെക്ക് ചെയ്യും. അതേപോലെ പ്യൂപ്പിളിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കും. പിന്നെ നമ്മൾ ഓരോ ന്യൂറോളജിക്കൽ സെഗ്മെൻറ്റ്സ്, അതായത് സെർവിക്കൽ കോളത്തിൻ്റെത്, അതുപോലെ തന്നെ നമ്മളുടെ ക്രേനിയൽ നെർവ്, ഇതൊക്കെ കംപ്ലീറ്റ് CNS എക്സാമിനേഷൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെക്കൻഡറി സർവേയിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു പേഷ്യൻറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു സമ്മറി ആയിട്ട് പറയാൻ പറ്റും എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ ട്രയാജിങ് ആണ്. നമ്മൾ പേഷ്യൻറ്റിനെ ട്രയാജ് ഈ കാറ്റഗറിയിൽ വരുന്നു. അതിനുശേഷം നമ്മൾ പ്രൈമറി സർവേ പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ സെക്കൻഡറി സർവേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ ഡിസ്ചാർജ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഒരു ED എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ മാനേജിങ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് ഡിസ്കഷൻ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. സോ നമ്മളുടെ ഈ ഒരു ക്ലാസ്സസ് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം, അവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. സോ കീപ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഓരോ സ്ട്രഗിളും ഓരോ ചാപ്റ്ററും കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, നോളജ് ഈസ് ഓൾവേസ് പവർ. നമുക്ക് ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല. ഓൺസ് ഓർ അതർ ടൈം നമുക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു യൂസ് ഉണ്ടാവും. ഓക്കെ. സോ കീപ് വർക്കിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.